lives to the same. Its honor and its glory depend upon the zeal and assiduity with which each one of us will shoulder one's responsibilities of a good citizen. ഇപ്പോൾ ഞങ്ങളുടെ ക്ലബിൽ ഏതാണ്ട് 33 അംഗങ്ങളുണ്ട്. ഇതിൽ ബഹുഭൂരിപക്ഷ അംഗങ്ങളും തമ്മിൽ ക്ലബിൽ വന്നതിന് ശേഷമാണ് ഭൂരിഭാഗം ആൾക്കാരും പരിചയപ്പെടാൻ കാണുന്നത്. എങ്കിലും ഞങ്ങൾ എല്ലാ മാസവും കൃത്യമായിട്ട് ജനറൽ ബോഡി 3rd വെനസ്ഡേ കറക്റ്റായിട്ട് കൂടുന്നുണ്ട്. പിന്നെ ഒരു പുതിയ ക്ലബ് എന്നുള്ള ഫീലിംഗ് ഞങ്ങൾക്കില്ല. കാരണം ഇതിൻ്റെ PSTs എല്ലാം 10 വർഷവും 12 വർഷവും ആയ ആൾക്കാരാണ്. പിന്നെ ഞങ്ങളൊരു കാരണവരുണ്ട്, സതീഷേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്, അരുമന സതീഷേട്ടൻ, ഏതാണ്ട് 30 വർഷമായി ലൈൻസിൽ. ഇപ്പോൾ ഞങ്ങളുടെ ക്ലബിൽ ഒരു കാരണവര റോളാണ്, എല്ലാം അഡ്വൈസിങ് ആണ് പുള്ളി താമസിക്കുന്നത് ഇപ്പോൾ അരുമനയാണ്, ഏട്ടൻ തമിഴ്നാടാണ്. ഞങ്ങളെ മീറ്റിങ്ങിൽ കൃത്യമായിട്ട് അവിടെ നിന്ന് 55 കിലോമീറ്റർ യാത്ര ചെയ്ത് മീറ്റിംഗ് കറക്റ്റ് പങ്കെടുക്കും, രാത്രി തിരിച്ചു പോയി ചെയ്യും. നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ദൂരം നിന്നൊക്കെ എത്തിയവരുണ്ട്. നമ്മൾ ആയിരം ജയരാജും ആശ എത്തിയിട്ടുണ്ട്. സരസ്വതി ചേച്ചി 3-4 ദിവസം പറഞ്ഞു എന്തായാലും ഞാൻ വന്നിരിക്കുന്നു പറഞ്ഞു. സരസ്വതി ചേച്ചിയും രവീന്ദ്രൻ സാർ എത്തിയിട്ടുണ്ട്. അതേപോലെ അഞ്ചലും രാധാകൃഷ്ണൻ സാർ എത്തിയിട്ടുണ്ട്. ഇവരെ ഞാൻ പേരെടുത്ത് പറഞ്ഞ ഇവര് ഇതിനു വേണ്ടി യാത്ര ചെയ്ത് വന്നതാണ്. അതേപോലെ നമ്മളെ സ്ഥാനാർത്ഥി എഞ്ചിനീയർ അനിൽകുമാർ, സ്ഥാനാർത്ഥി വേറെ ആരും സ്ഥാനാർത്ഥിയില്ല, ഏതാണ്ട് ജയിച്ച സ്ഥാനാർത്ഥി. സെക്കൻഡ് മീറ്റിംഗ് ഇലക്ടഡ് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള അനിൽകുമാറും ബാക്കി എല്ലാവരെയും ഞാൻ പേരെടുത്ത് പറഞ്ഞ നീന ചേച്ചി മൂകാംബിയാണ് പകുതി തൊഴുതിട്ട് ഓടി വന്നത്. എന്നാലും മൂകാംബി തിരിക്കായിരുന്നു. അപ്പൊ എന്റെ പറഞ്ഞു ഫോർട്ട് ക്ലബിന് വേണ്ടിയാണ് പോയെന്ന് പറഞ്ഞു. അത് ഉടനെ എത്തിയിട്ടുണ്ട്. നീന ചേച്ചിയും പിന്നെ നമ്മള് സിന്ധു മേഡം ഇവിടെ എല്ലാം എത്തിയ ബിന്ദു ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു. പേരെടുത്ത് പറഞ്ഞ എല്ലാ ആൾക്കാരെയും, അതുപോലെ തന്നെ ഞങ്ങള് ഫോർട്ട് ക്ലബിൽ എത്തിയ ഫോർട്ട് ക്ലബിൽ എല്ലാം ഓയിച്ചായിരിക്കും. ഫോർട്ട് ക്ലബിലെ മെമ്പേഴ്സിനെയും കുടുംബാംഗങ്ങളെയും കുഞ്ഞുങ്ങളെല്ലാം ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തു. ജയിലാക്സോ അടുത്ത എൻവോൾവ്മെന്റ് പ്രോജക്ട് സാപ്ലിങ്സ് നമുക്ക് നമ്മൾ ഇനാഗ്രേഷൻ തന്നെ നമ്മൾ വിതരണം ചെയ്യുകയുണ്ടായി. പിന്നെ PWD ആയിട്ട് ചേർന്ന് റോഡിൽ നമ്മൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്തു. ചൈൽഡ്ഹുഡ് ക്യാൻസർ നമ്മൾ 5,000 rupees ഒരു ക്യാൻസർ ബാധിച്ച കുട്ടിക്ക് നമ്മൾ സഹായിക്കുകയുണ്ടായി. ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമ്മൾ ആഹാരവും വസ്ത്രവും നമ്മൾ കിളിപ്പാലം ബണ്ട് കോളനിലുള്ള ആൾക്കാർക്ക് ഈ മഴ സമയത്ത് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. യൂത്ത് എംപവർമെന്റ്, ഡ്രഗ് അബ്യൂസിനെ കുറിച്ച് ഒരു ക്ലാസ് GMHSS ശാലയിൽ നടത്തുകയുണ്ടായി. ഹ്യൂമാനിറ്റേറിയൻ സർവീസ് നമ്മുടെ ക്ലബ്ബ് ഒരു MBBS പഠിക്കുന്ന ഒരു നിർദ്ധനായ കുട്ടിക്ക് എല്ലാ മാസവും 2000 രൂപ വെച്ച് കൊടുക്കുന്നു. അത് എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് കൊടുക്കുന്നത് നമ്മുടെ ക്ലബിലെ തന്നെ മെമ്പർ മഹേഷാണ്. നമ്മൾ ഡിസ്ട്രിക്ട് ലെവൽ പ്രോഗ്രാംസ്, ഡിസ്ട്രിക്റ്റിന്റെ ക്യാബിനറ്റ് ഇൻസ്റ്റലേഷൻ, ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ്, ന്യൂ ഇയർ, LCF ഡേ, UN ഡേ, ടീച്ചേഴ്സ് ഡേ, ഡയബറ്റീസ് ഡേ, വുമൻസ് ഡേ, എല്ലാ പരിപാടിക്കും നമ്മുടെ ക്ലബിൽ നിന്നൊരു മിനിമം നമ്പേഴ്സ് നമ്മൾ ഉണ്ടായിരിക്കും. നമ്മുടെ ക്ലബിൽ നിന്ന് 9 പേര് നമ്മൾ ഈ വർഷം ARS എടുത്തിട്ടുണ്ട്. അതിൽ 3 ക്യാബിനറ്റ് മെമ്പേഴ്സാണ്. പിന്നെ നമ്മുടെ ക്ലബിന് കിട്ടിയ ഈ വർഷം നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ 2 DC പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ബ്ലഡ് ഡൊണേഷൻ, നമ്മുടെ പ്രസിഡന്റാണ് അതിന്റെ DC ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നിരവധി ക്ലബുകളിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ഒരു DC പോസ്റ്റാണ് സ്പെഷ്യൽ സ്പോർട്സ്. അന്ന് 500 പരം കുട്ടികളെ നമ്മൾ വിവിധ സ്കൂളുകളിൽ നിന്ന് കൊണ്ടുവന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വളരെ ഭംഗിയായിട്ട് അത് നടത്താൻ സാധിച്ചു. അതിൽ എൻ്റെ ക്ലബിലെ എല്ലാ അംഗങ്ങളും സജീവമായി പങ്കെടുക്കുകയും സഹായിക്കുകയും അതിനുവേണ്ടിയുള്ള സഹകരണങ്ങൾ എല്ലാം ചെയ്യുകയും ചെയ്തു. അതൊരു വൻ വിജയമാക്കി തീർക്കാനും നമുക്ക് സാധിച്ചു. Of Dynamism, PMJF Land P. Ajay Kumar's impact extends globally as an international corporate trainer for over 25 years. In his personal life, PMJF Land P. Ajay Kumar finds joy and support in his beloved family. Once again, a heartfelt welcome to PMJF Land P. Ajay Kumar, our esteemed District Governor. Thank you.
ഒരിക്കൽ ഒരു കമ്പനിയുടെ ആൾക്കാർ രാവിലെ വന്ന് ആ ഷിഫ്റ്റ് തുടങ്ങിയ സമയത്ത് അതിൻ്റെ ഏറ്റവും മുൻഭാഗത്ത് വന്നപ്പോഴത്തേക്ക് അകത്തോട്ട് കയറുന്ന സമയത്ത് അവിടെ ഒരു ബോർഡ് കണ്ടു. നിങ്ങളുടെ എംപ്ലോയീസിന്റെ കൂട്ടത്തിൽ ഈ ഓർഗനൈസേഷന് ഏറ്റവും കൂടുതൽ ക്രെഡിബിലിറ്റി ഉള്ള, ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി തന്ന ഒരു എംപ്ലോയി മരിച്ചു. അദ്ദേഹത്തിന്റെ കോഫിൻ നിങ്ങളുടെ കഫറ്റേരിയയ്ക്ക് സമീപമുള്ള ഏരിയയിൽ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ സീറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ പോയി അത് കണ്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് പോകണം. അപ്പോൾ വലിയ ക്യൂ ആയി, കഫറ്റേരിയ ഏരിയയിലെ വലിയ ക്യൂ ആയി. ആൾക്കാരെല്ലാം ഇങ്ങനെ ക്യൂ നിന്ന് ഓരോ ആൾക്കാരായിട്ട്, ഇത് ആരാണെന്നും അറിയില്ല, പേരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആൾക്കാരുടെ ഇടയിൽ സസ്പെൻസ് ആയി. അവിടെ ചെന്ന് നിന്ന് നോക്കുന്ന ആൾക്കാർ കുറച്ചു നേരം നോക്കി നിൽക്കുന്നുണ്ട്. മുഖഭാവമൊന്നുമില്ല. ഈ അവാർഡ് സിനിമയിൽ കാണുന്നത് പോലെ ഇങ്ങനെ നോക്കുന്നുണ്ട്. സംസാരവും ഇല്ല, ഭാവഭേദവും ഇല്ല. കുറച്ചു നേരം നോക്കി നിന്നു, അതാണ് തിരിച്ചു. അപ്പൊ ആൾക്കാർ തമ്മിൽ അന്വേഷിച്ചു എന്താണെന്ന്. പോകുന്ന കണ്ട ആൾക്കാരൊന്നും മിണ്ടുന്നില്ല. ആരാണെന്ന് ചോദിച്ചിട്ടും മിണ്ടുന്നില്ല. അങ്ങനെ ആൾക്കാർ അവിടേക്ക് ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കോഫിനില് ഒരു പോസ്റ്റർ മാത്രമേ ഉള്ളൂ, ഒരു കണ്ണാടിയും വെച്ച്. അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ആ നിൽക്കുന്ന ആളിന്റെ മുഖമാണ്. അപ്പൊ ആ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് ഈ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷനെ ഉയരങ്ങളിലേക്ക് നയിക്കാൻ ലോകത്തിൽ ഒരു വ്യക്തിക്ക് മാത്രമേ സഹായിക്കാൻ കഴിയുള്ളൂ, അത് നിങ്ങളാണ്. നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഈ പ്രസ്ഥാനം ഉയരങ്ങളിലേക്ക് വരൂ എന്ന് പറയുന്ന ഒരു ചെറിയ മെസ്സേജ്. അപ്പൊ ഇത് ഞാൻ ഓർമ്മിച്ചപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളോടും ഇന്ന് പറയാനുള്ള ഒരു കാര്യം അത് തന്നെയാണ്. ലയൺസ് പ്രസ്ഥാനം 105 വർഷം കഴിഞ്ഞ് 106ാമത്തെ വർഷത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ട്രിവാൻഡ്രം ഫോർട്ട് കണക്കുള്ള പുതിയ ക്ലബ്ബുകൾ ഉണ്ടായി വരുന്നു. ഈ വർഷവും 4-5 ക്ലബ്ബുകൾ വന്നു. 4500-ൽ കൂടുതൽ മെമ്പർഷിപ്പ് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ വരുന്നു. ഇങ്ങനെയൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ഡിസ്ട്രിക്റ്റിലെ 4500-ൽ പരം ലയൺസിൽ ഓരോ ക്ലബ്ബുകളും ഓരോ ലയൺ മെമ്പേഴ്സും വിചാരിച്ചാൽ മാത്രമേ ഈ പ്രസ്ഥാനം സർവീസിൽ ഉയരങ്ങളിലേക്ക് വരുള്ളൂ. നമ്മുടെ ലയൺസ് ഇന്റർനാഷണലിന്റെ ഈ വർഷത്തെ ഇന്റർനാഷണൽ പ്രസിഡന്റായ ഡോക്ടർ പാറ്റി ഹിൽ പറയുന്നത് ലോകം മുഴുക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കണം, ചേഞ്ചിങ് ദ വേൾഡ്. ആ ആദ്യത്തെ മാറ്റം നമ്മുടെ ബേസിക് ആറ്റിറ്റ്യൂഡിൽ, നമ്മുടെ മനോഭാവത്തിൽ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്ലബിന് എല്ലാ ആൾക്കാർക്കും എല്ലാവിധ ആശംസകളും പറഞ്ഞു.